Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ഇഡ്ഡലി ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു 2-3 ഇഡ്ഡലി ബാക്കി വരും. അത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നമ്മൾ ഇരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരം പോലെ ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇഡ്ഡലി, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ എല്ലാ പച്ചക്കറികളും നമ്മുടെ ഇഡ്ഡലിയും നന്നായി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഓയിൽ 2 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, കടുക് 1/4 സ്പൂൺ മഞ്ഞൾ, പിന്നെ കപ്പലണ്ടി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓയിൽ ഇതിലേക്ക് ഇടാം. ഓയിൽ ഇട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്ത് ചേർന്ന ഉഴുന്നുപരിപ്പ് ഇടാം. ഇത് പെട്ടെന്ന് മൂക്കും. എന്നിട്ട് ജീരകം, പിന്നെ നമ്മുടെ എടുത്ത് ചേർന്ന കപ്പലണ്ടി, ഇതെല്ലാം ഒരുമിച്ച് ഇടാം. എന്നുവെച്ചാൽ എണ്ണ ചൂടായിരിക്കുന്ന കാരണം ഇത് പെട്ടെന്ന് മൂത്ത് വരും. ഇതൊന്ന് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉഴുന്നുപരിപ്പ് മാത്രം ഒന്ന് പൊട്ടിയാൽ മതി. കപ്പലണ്ടി നമ്മൾ ഓൾറെഡി വറുത്തേക്കുന്ന കപ്പലണ്ടിയാണ്. ഇതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോള, ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ഇടാം. പക്ഷേ ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. അപ്പോൾ സബോള വാടുമ്പോഴേക്കും ക്യാരറ്റ് നമ്മുടെ വെന്ത് വന്നു. ക്യാരറ്റ്, വേപ്പില, ഇഞ്ചി, നമ്മൾ പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് വാടി വരട്ടാം. ഇപ്പം നമ്മുടെ സവോള, ഇഞ്ചി, ക്യാരറ്റ് ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഇഡ്ഡലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ നമ്മുടെ 4 മണി പലഹാരം പോലെ നമ്മുടെ ഇഡ്ഡലി ഉപ്മാവ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പച്ച കളറും കൂടി വരുമ്പോൾ അത് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു പ്രത്യേക ഫ്ലേവറും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.